ആദ്യമായിട്ടാണ് കാണുന്ന ഒരു കച്ചവട സ്ഥാപനത്തിൽ ബൗൺസേഴ്സിനെ നിർത്തിയേക്കുന്നത്. 1-2 അല്ല, 5-8 പേര് ബൗൺസേഴ്സ് ജിമ്മന്മാരെ ഇങ്ങനെ കറുത്ത ടീഷർട്ടൊക്കെ ഇടിപ്പിച്ച് നിർത്തിയേക്കാം. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. എന്തിനാണ് ഞാനായിട്ടൊരു വയ്യാവിലേക്ക് പോകുന്നത്? ഈ ഒരു ചിന്താഗതിയാണ് ആൾക്കാരുടെ ചിന്ത. എല്ലാവരുടെയും ചിന്താഗതി ഇതാ. എന്നാൽ 500 രൂപയ്ക്ക് മണിക്ക് എടുക്കുന്ന തൊഴിലുറപ്പിന് പോകുന്ന ആന്റിമാർക്കൊക്കെ 500 രൂപയും 100 രൂപയും 10 രൂപയൊക്കെ ഭയങ്കര വലുതാണ്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നത് പാവപ്പെട്ടവൻ മാത്രമായിരിക്കും എപ്പോഴും ചൂഷണത്തിന് ഇരയാകുന്നത്. അത് എത്ര കാലം വെച്ച് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കുന്നത്. എൻ്റെ ധൈര്യമോ ഒന്നുമല്ല, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആ കോൺഫിഡൻസിന്റെ പരസ്യം മാത്രം ചെയ്യുന്ന, അല്ലാതെ ഇതിനകത്ത് ധൈര്യമൊന്നുമില്ല. എല്ലാവർക്കും പേടിയുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട്. എല്ലാം മനുഷ്യരായ പേടിക്കണം, നമുക്ക് ഇതിനകത്തെല്ലാം വേണം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ന്യൂ ടോക്സ് കോട്ടയം. സോ നമ്മുടെ കൂടെ ഇന്നുള്ളത് മിസ്റ്റർ അർജുൻ സി പവനൻ. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ് നമ്മുടെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി എത്തിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്ന് തന്നെ പറയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിരുന്നു, നമ്മുടെ കോട്ടയത്ത് വെച്ച് നടക്കുന്ന വിൻസർ കാസ്റ്റിൽ നടക്കുന്ന ഡിസ്കൗണ്ട് സെയിൽ. അതിൻ്റെ പുറകിൽ ഒരു വലിയ തട്ടിപ്പ്. ചേട്ടൻ അത് ചൂണ്ടിക്കാണിച്ചു. എന്തായിരുന്നു ശരിക്കും സംഭവം? എന്തായിരുന്നു? ഇല്ല, ആക്ച്വലി ഞാൻ അവിടെ ഇത് മീൻസ് നമ്മുടെ ഈ കോട്ടയത്ത് തന്നെ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, കുറച്ച് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, അവർ കുറെ പേര് ഇതിനെക്കുറിച്ച് ഇതിനൊരു 3-4 ദിവസം മുമ്പായിട്ട്, അതായത് ഒരു 30-ാം തീയതിക്ക് മുമ്പായിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു, ഇങ്ങനെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, 80% ഡിസ്കൗണ്ടിലെ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുള്ള പിള്ളേർ ഉപയോഗിക്കണ്ടേ, വലിയ കാശുള്ള അച്ചായന്മാർ മാത്രം ഉപയോഗിച്ചാൽ പോരല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു ധാരണ എനിക്കും തോന്നി, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഞാനും അത് നല്ലതാണെങ്കിൽ വാങ്ങാം എന്ന് കരുതി പോയതാ, അല്ലാതെ വീഡിയോ ചെയ്യാനോ അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നിനും പോയതല്ല. അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഭൂലോക തട്ടിപ്പാണ്. കാരണം വിൻസർ കാസിൽ പോലെ കോട്ടയത്തിൽ ഏറ്റവും പഴക്കം ചെന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോട്ടല്, അതിന്റെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോള് വാടകയ്ക്ക് എടുത്ത് ചെയ്യുമ്പോൾ ആരായാലും വിചാരിക്കും ഇതൊരിക്കലും ഒരു തട്ടിപ്പായിരിക്കില്ല, ഒറിജിനൽ ആണെന്ന് നമ്മൾ കരുതുള്ളൂ. ഞാനും അങ്ങനെ തന്നെ കരുതിയാണ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർ ശരിക്കും ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത, അതിന് സാമ്പത്തികമായി സ്ഥിതി ഇല്ലാത്ത ആൾക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയ ഒരു സാധനമാണ്. എങ്ങനെയാണ് നോട്ടീസ് ചെയ്ത് മീൻസ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഗുച്ചിയുടെ 45,000 രൂപ വില വരുന്ന ഒരു ബെൽറ്റ്, അത് 800 രൂപയ്ക്ക് അവിടെ വെക്കാൻ വെച്ചേക്കുന്നു. അതേ സാധനം നമ്മുടെ ഇവിടെ ഫുട്പാത്തിൽ വെക്കുന്നുണ്ട്. അതായത് ജി എന്നൊരു സിമ്പിള്, ജിയുടെ കൂടെ ഒരു സി എന്നൊരു സിമ്പിള് മാത്രം വരുന്ന സാധനം, അത് നമ്മുടെ ഇവിടെ ഈ റോഡ് സൈഡിൽ വിൽക്കുന്ന സാധനമാണ്. അത് റോഡ് സൈഡിലുള്ള വഴിയോര കച്ചവടക്കാരുള്ള സഹോദരങ്ങൾ അവർ 200 രൂപയ്ക്കും 250 രൂപയ്ക്കും 300 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സാധനം ഇവര് ഒരു AC റൂം എടുത്ത് ഒരു റെപ്യൂട്ടഡ് ഹോട്ടലിന്റെ ഹാൾ എടുത്തിട്ട് 800 രൂപയ്ക്ക് വിറ്റിട്ട് അത് ഒറിജിനലാണെന്ന് തർക്കിക്കുക. അതും ഹിന്ദിക്കാരെയാണ് നിർത്തിയേക്കുക. നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് ഇവരുടെയാണ്, ഹിന്ദിക്കാർ നടന്ന പരിപാടിയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ഒരു അന്യസംസ്ഥാന തൊഴിലാളികളാണ് നിർത്തിയിരിക്കുന്നത്. ഇവരോട് നമുക്കൊരു പരിധി കൂടുതൽ തർക്കിക്കാനും സാധിക്കില്ല. കാരണം ഇപ്പൊ ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് ഹിന്ദി അത്ര ഫ്ലുവന്റ് അല്ല. ഇവർ ഹിന്ദിയിൽ തിരിച്ചു പറയുമ്പോൾ നമുക്കും വായടച്ചു പോകും, വിട്ടുപോയേക്കാൻ തോന്നും. പക്ഷെ ഞാനത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു ആന്റി, ആ ആന്റിയുടെ വസ്ത്രധാരണമൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു സാധാരണക്കാരിയാണ്. ഈ പുള്ളിക്കാരത്തി വളരെ സന്തോഷത്തോടുകൂടി ക്രോക്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് ക്യൂക്ക് ഒക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, ആ ഒരു അവസ്ഥയിലിരിക്കുന്ന സാധനം ഇത് ഒറിജിനലാണ് തെറ്റിദ്ധരിച്ച് കൊച്ചുമകന് വേണ്ടി മേടിക്കുക. അപ്പൊ ഞാൻ ഈ ആന്റി ഇതിനെക്കുറിച്ചൊക്കെ എടുത്ത് നോക്കുന്നു, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി ഇത് ആർക്ക് വേണ്ടിയിട്ടാ? എന്നെ കൊച്ചുമോന് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. അപ്പം അവൻ്റെ അപ്പനും അമ്മയൊന്നും ഇവിടെ ഇല്ല, അവൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു വിട്ടത്, അവൻ യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോൾ എന്നെ പറഞ്ഞു വിട്ടത് വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇത് മതി എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ആൻറ്റി ബില്ലടിക്കാൻ പോകുമ്പോഴും ഞാൻ ആൻറ്റിയെ ശ്രദ്ധിച്ചപ്പോൾ പേഴ്സ് തുറന്നിട്ട് അതിനകത്ത് 100-200 ഒക്കെ പെറുക്കി എടുക്കുക. ഒത്തിരി പൈസയൊന്നും പുള്ളിക്കാരത്തിയുടെ ഇല്ല. ആ പർട്ടിക്കുലർ ചെരുപ്പ് നമ്മുടെ ഇവിടെയുള്ള കൊച്ചു തുണിക്കടകളിലൊക്കെ കിട്ടുന്ന ചെരുപ്പാണ്. അതായത് യങ്സ്റ്റേഴ്സ് പിള്ളേരൊക്കെ ഇപ്പോൾ തുടങ്ങിയേക്കുന്ന തുണിക്കടകളിൽ കിട്ടുന്നതാണ്. അവിടെ അതിനൊരു 800 രൂപ 900 രൂപ വില വരുന്ന ആ ചെരുപ്പ് അതേ സെയിം സാധനം ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് 1800 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ ആന്റിയുടെ അടുത്ത് പറഞ്ഞു, ആന്റി അത് ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ ഈ ആന്റി പറഞ്ഞു, ഇല്ല മോനെ, അതിന്റെ വീഡിയോ ഒക്കെ അവൻ എന്നെ കാണിച്ചതാ. അപ്പം ഈ ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാരിൽ ഇവരെ പോലുള്ള സാധാരണക്കാരായുള്ള മനുഷ്യർ എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഇപ്പോ ഒരു ന്യൂസ് ചാനലിൽ കാണുന്ന പോലെയാണ് ഇപ്പൊ ആൾക്കാർ ഈ യൂട്യൂബേഴ്സിനെ ഇവരൊക്കെ കാണുന്നത്. ഇവര് പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവരെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് 1-2 പ്രൊഡക്ട്സ് എടുത്തു, അതിന്റെ വീഡിയോസ് എടുത്തു. ഈവൻ
ക്ലാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ദൈവം സഹായിച്ച അതിന്റെ ഒരു ഒറിജിനൽ ഷൂ എന്റെ കാലിൽ തന്നെ അപ്പം തന്നെ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ നല്ലവണ്ണം പണിയെടുത്ത് മേടിച്ച കാശിന് മേടിച്ചതായതുകൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ പർട്ടിക്കുലർ ഷൂവിന്റെ പുറകിലെ സെക്കൻഡ്സ് സീൽ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ ലിങ്കിൽ സെക്കൻഡ്സ് സീൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വീഡിയോ പകർത്തിയിട്ട് അവിടെ നിൽക്കുന്ന ഓരോ സെക്ഷനിൽ നിൽക്കുന്ന ഓരോ ഈ ഹിന്ദിക്കാരോട് ഞാൻ ചോദിച്ചു ഇത് ഒറിജിനലാണോ? അപ്പൊ അവരെല്ലാവരും ഒരുപോലെ പറയുന്നു യെസ് ഒറിജിനൽ ഹേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് അവരോട് മലയാളത്തിൽ തന്നെ സംസാരിക്കും, അവർ തിരിച്ച് ഹിന്ദിയിൽ സംസാരിക്കും. എനിക്കറിയാം അവർക്ക് മലയാളം അറിയാം, തിരിച്ച് പറയാൻ വരെ അറിയാവുന്ന ആൾക്കാരാണെന്ന് അറിയാം. പക്ഷെ അവർ പിന്നെയും തിരിച്ച് ഹിന്ദിയിൽ പറഞ്ഞിട്ട് ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ വന്ന ഒത്തിരി പേരോട് ഞാൻ ചോദിച്ചു ഇതിനകത്ത് എത്ര ഒറിജിനലാന്ന് തോന്നുന്നുണ്ട്. അതായത് മധ്യവയസ്കരായിട്ടുള്ളവരും യങ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇതിനെക്കുറിച്ച് അറിവുള്ളവരെന്ന് എനിക്ക് തോന്നിയ ആൾക്കാരോട് ഞാൻ ചോദിച്ചു. അവർക്കെല്ലാവർക്കും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇവരെല്ലാവരും ഒറിജിനൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഫാമിലി ആയിട്ട് കാർ ഓടിച്ച് അല്ല ബൈക്ക് ഓടിച്ച് ഒരു ദിവസം മൊത്തം മെനക്കെട്ട് ഒറിജിനൽ സാധനം 80% വിലക്കുറവിൽ നമ്മുടെ കോട്ടയത്ത് കിട്ടുമെന്ന് നമ്മുടെ നാട്ടിലെ യൂട്യൂബേഴ്സ് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് വഞ്ചിക്കപ്പെട്ട ആൾക്കാരാണ്. വാങ്ങിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവരെ പറ്റിക്കുകയാണ് ചെയ്തത്. കാരണം ഇവര് ഒരു ദിവസം ഇവിടം വരെ വരിക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. ചിലപ്പോൾ കുട്ടികളും വൈഫും ഒക്കെ ആയിട്ട് വന്ന് അത്രയും സമയം മെനക്കെട്ട് ചിലപ്പോൾ ലീവ് എടുത്ത് വന്നവരെ കാണും. അവരെല്ലാവരും പറ്റിക്കുകയാണ് ചെയ്തത്. പറ്റിക്കുന്നത് ഞാൻ അതുവരെ ധരിച്ചിരുന്നത് ഇത് ഹിന്ദിക്കാരുടെ എന്തോ തട്ടിപ്പ് പരിപാടിയാണ്. പക്ഷെ പിന്നീടാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത്. ഞാനിങ്ങനെ ചോദിച്ചു വന്നു. ഞാനിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഓരോരുത്തർ പറയും അപ്പുറം ചോദിക്കും പറയും. അപ്പോൾ ഒരാളോട് ബില്ലടിക്കാൻ നിൽക്കുന്ന ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഞാനല്ല മാനേജർ ആണോ എന്ന് ചോദിച്ചു. യെസ് ഞാൻ ആ മാനേജർ എന്ന് പറഞ്ഞു. ഇത് ഒറിജിനലാണോ? അതെ ഒറിജിനലാണെന്ന് അവൻ വളരെ തന്മയത്വത്തോടെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാനല്ല മാനേജർ, അപ്പുറത്ത് ടീഷർട്ട് ഇടിക്കുന്ന ഒരാളുണ്ട്, ആളുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. ആളുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മലയാളി, നമ്മുടെ നാട്ടുകാരൻ, തലശ്ശേരിക്കാരനെന്നാണ് അറിയാൻ സാധിച്ചത്. പുള്ളി തലശ്ശേരിക്കാരനാണ്. പുള്ളിയാണ് നടത്തുന്നത്. 2 പേര് കൂടിയാണ് നടത്തുന്നത്. ഇത് ഒരിടത്തല്ല. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. ഇതൊരു ചെറിയ ശൃംഖലയല്ല, ഇതൊരു വലിയ തട്ടിപ്പാണ് നടന്നത്. വലിയ തട്ടിപ്പെന്ന് വെച്ചാൽ തൃശ്ശൂർ നടക്കുന്നുണ്ട്, എറണാകുളത്ത് ഇത് സ്ഥിരമായി നടക്കുന്നുണ്ട്. എറണാകുളത്ത് പിന്നെ ഇതുപോലെ ആൾക്കാർ പിടിക്കപ്പെടാറുണ്ട്. ഒറിജിനൽ ഇതുപോലെ പ്രചരിപ്പിക്കുന്നില്ല എറണാകുളത്ത് നടക്കുന്നത്. കോട്ടയത്ത് ഇതുപോലെ എനിക്കൊന്ന് ആദ്യമായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടായിങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് സംഭവം വന്നതിനകത്ത് വരുന്നതിൽ വലിയ വലിയ കാറുകളിൽ വരുന്ന ആൾക്കാർ തൊട്ട് നടന്ന് ഓട്ടോ പിടിച്ച് വരുന്ന ആൾക്കാർ വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. വലിയ കാറിൽ വരുന്ന ആൾക്കാർ അവിടെ വന്ന് കയറി ദേഷ്യപ്പെട്ട് തിരിച്ചിറങ്ങി പോകുന്നു. പാവപ്പെട്ട മനുഷ്യര്, അതായത് ഇതുപോലുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് ഒന്നും ഉപയോഗിച്ച് ശീലമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവരിത് വാങ്ങുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പാവപ്പെട്ടവനെ മാത്രമാണ് പറ്റിക്കുന്നത്. അതിന് ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു കച്ചവട സ്ഥാപനത്തിൽ ബൗൺസേഴ്സിനെ നിർത്തിയേക്കുന്നത്. 1-2 അല്ല 5-8 പേര് ബൗൺസേഴ്സ് ജിമ്മന്മാരെ ഇങ്ങനെ കറുത്ത ടീഷർട്ടൊക്കെ ഇടിപ്പിച്ച് നിർത്തിയേക്കാം. അപ്പൊ ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആൾക്കാരോട് ഒച്ചത്തിൽ സംസാരിക്കുന്നു, വീഡിയോ പകർത്തുന്നു. അപ്പോഴൊന്നും ഇവർ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല, ഇവർ മാറി നിൽക്കുക. പിന്നെ ഇവർക്ക് മനസ്സിലായി ഇവരുടെ കച്ചവടം മുടങ്ങും. അന്ന് മനസ്സിലായപ്പോൾ 2-3 ബൗൺസേഴ്സ് വന്ന് എന്നെ പൊക്കിയെടുക്കാൻ ശ്രമിക്കുക. അവരെന്നെ പിടിച്ച് വലിച്ച് പുറത്തിറക്കി കണ്ടപ്പം ദൈവം സഹായിച്ച് നമ്മുടെ സ്നേഹമുള്ള കോട്ടയംകാരെല്ലാവരും കൂടെ അങ്ങ് ഒന്നായെന്ന് വേണം പറയാനായിട്ട്. സുരേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ, മണർകാട് സ്വദേശിയായ സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ, 2 കുട്ടികളാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം അതിനകത്ത് ഇടപെട്ടു. ഒരു പ്രായമായ ഒരു അങ്കിള്, 10-70 വയസ്സോളം പ്രായമുള്ള ഒരു അങ്കിള്, ആ അങ്കിൾ അതിനകത്ത് ഇടപെട്ടു. ഒത്തിരി പേര്, ഒരുപാട് പേരും കൂടി, ഒരു 10ഓളം ആൾക്കാർ, ഈവൻ സ്ത്രീകൾ പോലും അതിനകത്ത് ഇടപെട്ടു. അവരതിനെക്കുറിച്ച് ഒച്ച വെച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു, GST വിളിച്ചു, ചിങ്ങവനം, അതായത് ആദ്യം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു, ചിങ്ങവന സ്റ്റേഷൻ വിളിക്കാൻ പറഞ്ഞു. ചിങ്ങവന സ്റ്റേഷൻ വിളിച്ചു. ചിങ്ങവന സ്റ്റേഷനിൽ നിന്ന് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ആൾ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. ആളെന്നെ വിളിച്ചു. ഞാൻ ഏകദേശം 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്നു. ഒറ്റ പോലീസുകാർ വരുന്നില്ല. അത് പിന്നീട് ഞാൻ തിരക്കെ പറയാൻ സാധിച്ചത് ഈ ഒരു വളരെ പ്രബലനായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവിന്റെയാണ് വിൻസർ കാസിൽ ഹോട്ടൽ. അപ്പൊ അങ്ങോട്ട് വരാൻ പോലീസുകാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് ലാസ്റ്റ് ഇത് ഹോട്ടലിന് പ്രശ്നമാകും എന്ന് മനസ്സിലായപ്പോൾ ഹോട്ടലുകാർ വിളിച്ചപ്പോൾ പോലീസ് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു ചെന്നു. പുറത്തിറങ്ങിയ ഞാൻ തിരിച്ചു ചെന്നപ്പോൾ പോലീസുകാർ എടുക്കുന്ന നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ GSTയിലും സെയിൽ ടാക്സിലും ബന്ധപ്പെടുന്ന കാര്യമാണ്. തൻ്റെ പേര് പറ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് അർജുൻ സി പവനൻ എന്നാണ്. താനെന്തിനാ ഇവിടെ വന്നേ? ഞാൻ പറഞ്ഞു സാറേ ഇവിടെ മറ്റേ ഞാൻ തിരിച്ചൊരു തർക്കത്തിലാണ് പറഞ്ഞത്. കോട്ടയംകാരുടെ ഭാഷയെ പറഞ്ഞ തേങ്ങ പൊതിക്കാൻ വന്നല്ലേ സാറേ, സാധനം മേടിക്കാൻ വന്ന നാട്ടിൽ മൊത്തം പ്രചരിപ്പിച്ചിരുന്ന ഇങ്ങനെയാണല്ലോ. അതുകൊണ്ട് അത് മേടിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇത് വിടായ്പെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇതേ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതും വീഡിയോ പകർത്തി. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സുഹൃത്ത് അനന്തിനോട് ഞാൻ പറഞ്ഞു, അനന്തു വീഡിയോ ഓണാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ സുഹൃത്ത് വീഡിയോ എടുക്കുന്ന ആളുടെ കൂടെ പേരും അഡ്രസ്സും പറയാൻ ആളെ പേടിപ്പിക്കാൻ നോക്കുക.
അപ്പോൾ അത് ഞാൻ വിട്ടുകൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു ഒരു കാര്യം, നിങ്ങൾക്ക് പരാതി ഉണ്ടോ, നിങ്ങളെ പിടിച്ച് പുറത്തിറക്കിയതിനോ ബൗൺസേഴ്സ് നിങ്ങളെ പിടിച്ചു വലിച്ചതിനോ നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പരാതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്നേരം ഉടനെ അതായത് ഓർഡർ ഇത്രയും വലിയ ഫ്രോഡ് പരിപാടി യൂട്യൂബിലൂടെയും എല്ലാത്തിലൂടെയും പ്രചരിപ്പിച്ച് ഇത്രയും വലിയ കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് പറയാം, അതായത് ഈ വിൽക്കുന്ന ആൾക്കാർ വന്നിട്ട് പോലീസുകാരൊക്കെ പറയും എന്നാ സാറേ ഞങ്ങൾക്കും പരാതി ഉണ്ടെന്ന്. അതായത് ഈ നാട് മൊത്തം ഫ്ലെക്സ് വെച്ച് ആൾക്കാരെ പറ്റിച്ച് യൂട്യൂബേഴ്സിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് ഇപ്പൊ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാർ വന്നിട്ട് പറയാണ് ഞങ്ങൾക്കും പരാതി ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? എനിക്ക് കേട്ടപ്പോൾ ഒരുപാട് ചിരി തോന്നി. കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വിളിച്ചു വരുത്തിയ പോലീസ് അവരുടെ കൂടെ നിൽക്കുക, സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ചെയ്യാൻ പറ്റുള്ളത് തീർത്ത് പറയുക. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു സാധാരണക്കാരന്റെ വികാരത്തിനും സാധാരണക്കാരന്റെ പൈസയ്ക്കും സാധാരണക്കാരന്റെ സമയത്തിനും ഈ നാട്ടിലുള്ള സംഹിത എന്ത് വിലയാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നിപ്പോയത്. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ കൊണ്ടും തീർന്നില്ല. ഞാനിത് ഇൻസ്റ്റാഗ്രാമിലിട്ടു, ഫേസ്ബുക്കിലിട്ടു, ഇതെല്ലാം ഭയങ്കരമായി ഷെയർ പോയി. ഇവൻ കോട്ടയത്തെ പല യൂട്യൂബ് ചാനലുകൾ ഇതെടുത്ത് ട്രോൾ വീഡിയോസ് ആയിട്ട് ഇട്ടു. അങ്ങനെ പല രീതിയിൽ ഈ സാധനം ശ്രദ്ധിക്കപ്പെട്ടു. ഒരുപാട് പേര് ഈ തട്ടിപ്പിൽ പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോഴും ഈ പറയുന്ന പർട്ടിക്കുലർ വിൽക്കുന്ന ആൾക്കാരുടെ ഒരു ആള് എന്നെ വിളിച്ചു. ആളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു ചേട്ടനെ പോലെ വരുന്ന ഒരാളെ വിളിച്ചിട്ട് എന്നെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി. ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇന്ന പോലെയാണ്, നിന്നെ വിളിക്കുമായിരിക്കും, അവരെന്താ ഉദ്ദേശിക്കുന്ന അറിയില്ല, അവർ വലിയ വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് വിളിച്ച ആൾ എനിക്ക് വളരെ ഭീമമായൊരു തുക, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തുക എനിക്ക് ഓഫർ ചെയ്തു. എനിക്ക് ഓഫർ ചെയ്തിട്ട് പറഞ്ഞു, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ കുറേ സമയം ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വെറും ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, നിങ്ങൾ ഈ പറഞ്ഞ തുക എനിക്ക് വലിയ വലുതാണ്, പക്ഷേ എൻ്റെ അച്ഛൻ്റെ പേര് പവനാണെന്നാണ്, അതെനിക്ക് മാറ്റിയിടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുമായിരിക്കും, നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പേരിടാൻ പറ്റുമായിരിക്കും, എനിക്ക് ഒരാൾ മാത്രം മതി. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വിലപേശലും വിരട്ടലും ഒക്കെ കൈ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കള്ളത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച, നിങ്ങൾക്ക് പരസ്യം ചെയ്തു തന്ന ഈ പറഞ്ഞ യൂട്യൂബേഴ്സിന്റെ ഇൻഫ്ലുവൻസിന്റെ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട, നിന്റെ കാശാണ് നീ വെച്ചാൽ മതി, കണ്ടവനെ പറ്റിച്ചിട്ടുള്ള കാശല്ലേ, അതൊക്കെ നീ തിന്നോളാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് നമ്മുടെ ഇതേ കേരളത്തിൽ തന്നെ വളരെ വളരെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പൊളിറ്റീഷ്യന്റെ വളരെ അടുത്ത റിലേറ്റീവാണ് ഈ വിൽക്കുന്ന ആൾക്കാരിൽ ഒരാൾ. ആളാണ് എന്നെ വിളിക്കുന്നത്, അവർ വഴിയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത്. അത് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അത് മാത്രം ശ്രമിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള രീതിക്കുള്ള കച്ചവടം നമ്മൾ വിചാരിക്കും ഇത് 1000 രൂപ 2000 രൂപ തീരുന്ന പ്രശ്നമാണ്. എനിക്ക് അത്രയും വലിയൊരു തുക ഓഫർ ചെയ്തപ്പോൾ അവരുടെ ടേൺ ഓവർ എത്രയായിരിക്കും? ഇതിന് GST ഇല്ല, ബില്ലില്ല, ബ്രാൻഡിങ് ഇല്ല, ഒന്നുമില്ല. ഒന്ന് കൊടുക്കുന്നു, നമ്മളൊരു ചെരുപ്പ് മേടിച്ചുകൊണ്ടില്ലെങ്കിൽ ചെരുപ്പ് മേടിക്കുന്നു, അതിന്റെ വില ഇത്ര ആണെന്ന് പറയുന്നു, പൈസ മേടിക്കുന്നു, ഒരു സാധാ പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് കൊടുത്തു വിടുന്നു, യാതൊരു പേപ്പറും ഇല്ല. അതായത് ഇവരിങ്ങനെ വിറ്റു എന്നുള്ളതിന് തെളിവ് ഞാനെടുത്ത വീഡിയോ മാത്രമേ ഉള്ളൂ. അല്ലാതെ വിൻസർ കാസിൽ തെളിവില്ല, വേറെ ആരുടെ കയ്യിൽ തെളിവില്ല. കച്ചവടം വഴിയിലിട്ട് വിൽക്കുന്ന എങ്ങനെയാണോ അതേ സംഭവം, വഴിയിലിട്ട് വിൽക്കുന്ന അതേ സംഭവം വിൻസർ കാസിൽ പോലൊരു ഹോട്ടലിന്റെ ഒരു ഹാൾ എടുത്ത് അവിടെ ഇട്ട് ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് ഭീമമായി നോക്കി വിൽക്കുന്നു. അത് ചോദിക്കാനും പറയാൻ ആരുമില്ല, കംപ്ലൈന്റ് ചെയ്തിട്ട് കേസ് എടുക്കുന്നില്ല. അപ്പം നമ്മൾ എന്താണ് അതിൽ മനസ്സിലാക്കേണ്ടത്? ഇവിടെ എന്ത് നടക്കും, നമ്മുടെ നാട്ടിൽ എന്ത് നടക്കും? പൈസ ഉള്ളവന് പൈസ ഉണ്ടോ, നമുക്ക് പിടിപാടുണ്ടോ, നമ്മുടെ പോക്കറ്റിൽ ക്യാഷ് ഉണ്ടോ, നമുക്ക് ചോദിക്കാൻ ആളുണ്ടോ, എന്തും ചെയ്യാം. അതൊന്നും നടക്കത്തില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കായില്ല, എൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്ന് എന്നെ ഒരു പരിചയമില്ലാത്ത, യാതൊരു കണ്ടുപരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ എൻ്റെ കൂടെ നിന്നു. അത് എനിക്കും സത്യം പറഞ്ഞാൽ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര മാസമായിട്ടുള്ള ആൾക്കാർ വരുന്ന ആദ്യമായിട്ട് എല്ലാവരും ഒരുപോലെ നിന്നു. പക്ഷെ പോലീസ് വന്നപ്പം ആരും വലിയതായിട്ട് വന്ന് സംസാരിച്ചൊന്നുമില്ല, ഒരാൾ മാത്രം സംസാരിച്ചുള്ളൂ. അതിനകത്ത് എനിക്ക് പരാതിയുമില്ല. കാരണം 3 മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിനായിട്ടൊന്നൊരു ചേട്ടൻ അദ്ദേഹം എൻ്റെ നമ്പർ തന്നു. നമ്പർ എന്നിട്ട് പറഞ്ഞു, മോനെ എൻ്റെ കുഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം ഞാനിത് ഒന്നും ഇടപെടാന്ന് നിൽക്കുന്നത്, കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് വരാം, അതിനിടയ്ക്ക് എന്തിനുണ്ട് എന്നെ വിളിക്കണമെന്ന്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എൻ്റെ ഒരു പരിചയമില്ല അയാൾക്ക്. അയാൾ പറഞ്ഞ ഞാൻ എൻ്റെ ഈ കൊച്ചിനെയായിട്ട് ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് മേടിക്കാൻ വേണ്ടി വന്ന സെക്കൻഡ് ഹാൻഡ് തുണി അവിടെ വിൽക്കാനുണ്ടായിരുന്നു. യൂസ് ചെയ്ത തുണി ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വിൽക്കുക. യൂസ് ചെയ്ത തുണി, അതിൽ അഴുക്ക് പറ്റിയ തുണി വരെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു അലൻസോളി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ബ്ലേസറാണ് അതൊരു പീച്ച് കളറിലെ സാധനം, അവിടെ ഇവിടെയൊക്കെ കറയൊക്കെ ഇട്ടിരിക്കുക, നമുക്ക് കാണുമ്പോഴേ യൂസ് ചെയ്താൽ. അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ അവിടെ വിറ്റിരുന്നതിൽ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന കരോളബാ മാർക്കറ്റിൽ നിന്ന് 250 രൂപ 100 രൂപയ്ക്കൊക്കെ കിലോയ്ക്ക് മേടിക്കുന്ന സാധനം കൊണ്ടുവന്ന് വിറ്റതാണ്. അത് ഒറിജിനൽ ആണെന്ന് നമ്മുടെ നാട്ടിലെ കള്ളന്മാരായിട്ടുള്ള, അങ്ങനെ തന്നെ ഞാൻ പറയും, 5000 രൂപ കൊടുത്ത ആർക്ക് വേണ്ടിയും എന്ത് വൃത്തികേടിന് വേണ്ടിയും പ്രൊമോഷൻ ചെയ്യുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ്
അവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിച്ച് നമ്മളെ വിശ്വസിപ്പിച്ച് ഒരു ദിവസം നമ്മളെ മെനക്കെടുത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള ആൾക്കാരുടെ പൈസയും പിടിച്ചു പറ്റി. എന്നിട്ട് അതിന് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ ഗുണ്ടകളെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി പുറത്തിറക്കാൻ നോക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ടുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നു, പണം വാഗ്ദാനം ചെയ്യുന്നു. അപ്പൊ ഇത് ചെറിയൊരു നെറ്റ്വർക്ക് ആണോ? അല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടപ്പം കമന്റ് ചെയ്തതിനകത്ത് പകുതി ആൾക്കാർ തൃശ്ശൂരുകാർ പലരും അതിനകത്ത് കമന്റ് ഇട്ടിട്ട് പറയാം ഇത് ലുലുവിലാണ് നടന്നെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതായത് ലുലു പോലൊരു വലിയ ബ്രാൻഡിന്റെ കീഴിൽ വന്നിട്ട് വിൽക്കുക. ഇത് വിൽക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിൻസർ കാസിൽ വിറ്റു, പേര് വിൻസർ കാസില്ല, ഇത് വിറ്റാരാണെന്ന് ആർക്കും അറിയില്ല. ലുലുവിൽ വിറ്റാൽ ഇത് ലുലുവിനാ പേര്, ചീത്ത പേര്. അതാണ് ഇവരുടെ ഒരു തന്ത്രം അതാണ്. അപ്പം അതിന്റെ ബാക്കി നിയമ നടപടിയായിട്ട് മുന്നോട്ട് തന്നെ പോകും, അതിനകത്തൊന്നും മാറ്റമില്ല. കേസ് അല്ല, ഞാൻ ഓൾറെഡി GST ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുത്തു, സെയിൽ ടാക്സിന് പരാതി കൊടുത്തു, പിന്നെ ചിങ്ങവന സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പോയില്ല. കാരണം വലിയ വലിയ ഏമാന്മാരുടെ കീഴിൽ വരുന്ന ഹോട്ടലിലേക്ക് നടന്ന സംഭവത്തിന് വിളിച്ചിട്ട് വരാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ പരാതി കൊടുത്താൽ സ്വീകരിക്കും ഇല്ലല്ലോ. അപ്പൊ അത് നോക്കാം നമുക്ക്. അത് എന്താണെന്ന് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. 1000 രൂപയെങ്കിൽ 1000 രൂപ ഒരു പാവപ്പെട്ടവന്റെ പറ്റിച്ചേക്കുന്നത്, അല്ലെ 500 രൂപയെങ്കിൽ 500 രൂപ ഒരാളുടെയോ 2ആളുടെയോ 3ആളുടെയോ അല്ല. അന്നത്തെ ഒരു ദിവസം മാത്രം അവിടെ നടന്ന കച്ചവടം ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നത്. 10,000 പേരെങ്കിലും ആ ഹാളിനകത്ത് വന്നിട്ടുണ്ട് ഒരേ സമയം. അത്ര ആൾക്കാരെ കൊള്ളിക്കാനുള്ള കെൽപ്പ് ആ ഹാളിനുണ്ട്. അതിനകത്ത് നിറച്ചു ആൾക്കാരുണ്ടായിരുന്നു. അതിനകത്ത് മേടിച്ചത് ആൾക്കാരിൽ ഒരു 99% ആൾക്കാരും തീരെ പാവപ്പെട്ട മനുഷ്യരാണ്. ചേട്ടാ, ഈവൻ ഞാനാണെങ്കിൽ കൂടെ അവിടെ പോകണം എന്ന് ആലോചിച്ചിരിക്കുന്നവരാണ്. അപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അപ്പം നമ്മളൊരു തെറ്റ് ചൂണ്ടി കാണിച്ചാൽ ആ തെറ്റ് അവിടെ നിൽക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കുള്ള ധൈര്യം ആൾക്കാർക്കാണ്. പലരും ഇപ്പൊ ഒരു ഫുഡിനകത്ത് തന്നെ ചെറിയൊരു മുടി കിടന്നു എന്ന് പറഞ്ഞ പോലെ ആരും പ്രതികരിക്കാത്തവരുണ്ട്. അല്ല, അതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പോലീസ് വന്നിട്ട് എന്താ ചെയ്തേ, എന്നെ ചോദ്യം ചെയ്യാൻ നോക്കുക അല്ലേ? ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നം. എന്തിനാണ് ഞാനായിട്ടൊരു വയ്യാവേലിക്ക് പോണത്? ഈ ഒരു ചിന്താഗതിയാണ് ആൾക്കാരുടെ ചിന്ത. എല്ലാവരുടെയും ചിന്താഗതി ഇതാ. ഇത് എന്നെ ഞാൻ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ആർക്കും ഏതാൾക്കും ചെയ്യാവുന്നതാണ്. എനിക്ക് പണബലമില്ല, ആൾബലമില്ല, ഒന്നുമില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനുള്ള മനുഷ്യനാണ്. അപ്പം ഇത് ആർക്കും ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഇത് ചെയ്യാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ നിയമസംഹിതയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കൂടെ നിൽക്കുമെങ്കിൽ എല്ലാവരും ചെയ്യും, ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യാത്തതിന്റെ കാരണം ഇതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടത്തിൽ നിന്ന ഒരു 10 മിനിറ്റ് മുമ്പ് കണ്ട ആളാണ് അനന്തു. അദ്ദേഹത്തിന്റെ പേര് വരെ എഴുതി മേടിച്ചു. അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. പോലീസ് എന്നോട് സംസാരിക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്തേ? പേര് പറ, നിന്റെ പേര് പറയാൻ. അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നീ എന്റെ വീഡിയോ എടുക്കുമല്ലടാ, എന്റെ വീഡിയോ എടുത്ത ആളല്ലേ, അവന്റെ പേരും കൂടെ ഞാൻ അറിയട്ടെന്ന് പോലീസുകാരൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം അത് ശരിയല്ല, നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നത് പാവപ്പെട്ടവൻ മാത്രമായിരിക്കും എപ്പോഴും ചൂഷണത്തിന് ഇരയാകുന്നത്. അത് എത്ര കാലം വെച്ചാൽ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടാവണമെന്നില്ലല്ലോ. എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരുടെയും കൈ സ്മാർട്ട് ഫോൺ ഉണ്ടാവണമെന്നില്ല. 1 ലക്ഷം രൂപയുടെ ഫോൺ എല്ലാവരുടെയും കൈ കാണുന്നില്ല. ഇപ്പൊ ആപ്പിളിന്റെ ഫോൺ നാളെ 80% ഓഫർ എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരാന്ന് പറഞ്ഞാൽ ആൾക്കാർ നോക്കും അല്ലേ? നോക്കുന്നുണ്ടോ? എനിക്കൊരു ആപ്പിളിന്റെ ഫോൺ ഉപയോഗിക്കാൻ പറ്റിയാലോ, എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നുള്ള ധാരണയാണ്. അത് മാറണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ചിന്താഗതി മാറണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ പറ്റിക്കുമ്പോൾ ഞാൻ പറ്റിക്കപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ പോകുവാണ്, ഈ ആറ്റിറ്റ്യൂഡ് മാറണം. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ ഇവിടെ ശരിയാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഞാൻ കണ്ടു, ഇഫ് യു ആർ പൂർ ഇൻ യുവർ ഹേർട്ട്, സ്ട്രോങ് ഇൻ യുവർ ഡിസിഷൻസ്, യു വിൽ ബി ദി വൺ മാൻ ആർമി. അത് ഞാനത് ചുമ്മാ ഇട്ടേക്കുന്നതല്ല. അതൊരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് അല്ല. അത് എന്റെ ലൈഫ് ഞാൻ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ പല കാര്യങ്ങളിലും എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് എതിർപ്പുണ്ട്. ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. മീൻസ് എനിക്ക് എൻ്റെ ഫാമിലി ചെറിയൊരു ഫാമിലിയാണ്. അതിനകത്ത് അച്ഛനില്ല, അമ്മ, വൈഫ്, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ഫാമിലിയാണ്. അതിനകത്ത് ഈ പറഞ്ഞ 3-4 പേരിൽ തന്നെ എന്നെ വഴക്ക് പറയുന്ന ആൾക്കാരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമുണ്ട്. അപ്പോൾ അതിനകത്തുള്ള കാര്യം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ധൈര്യമോ ഒന്നുമല്ല, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആ കോൺഫിഡൻസിന്റെ പരസ്യം മാത്രം ചെയ്യുന്ന, അല്ലാതെ ഇതിനകത്ത് ധൈര്യമൊന്നുമില്ല. എല്ലാവർക്കും പേടിയുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട്. എല്ലാ മനുഷ്യരായ പേടിക്കണം, നമുക്ക് ഇതിനകത്തെല്ലാം വേണം. പക്ഷേ ഈ വിൻസർ കാസിൽ വെച്ചുണ്ടായ ഇൻസിഡന്റ് എന്ന് വെച്ചാൽ ഞാനത് പർപ്പസ്ഫുള്ളി പോയതൊന്നുമല്ല. ഇത് പ്രതീക്ഷിച്ചേ പോയതല്ല. കാരണം എൻ്റെ മൈക്കില്ല, ഒന്നുമില്ല, ആകെപ്പെട്ടൊരു ഫോണുമായിട്ട് മാത്രമേ ഞാൻ പോയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, പറ്റിക്കുന്ന ആരെയാ? പാവപ്പെട്ടവരെ മാത്രം പറ്റിക്കുന്നു. അവരോട് വളരെ തന്മയത്വത്തോട് പറയുന്ന ഒറിജിനലാണ്,
തറപ്പിച്ച് പറയും ഒറിജിനലാണത്. പിന്നെ നമ്മൾ ചോദിക്കാൻ ഒരു ഇടവരാത്ത രീതിയിൽ പറയുവാണ്. അത് സ്ത്രീകളോടാണ് കൂടുതലും പറയുന്നത്. ചപ്പ് ചവറ് പോലെ തുണി കൂട്ടിയിട്ടിട്ട് അത് ഒറിജിനൽ എന്ന് പറഞ്ഞ് വിൽക്കുക, അത് മേടിക്കുന്നു ആൾക്കാർ. അപ്പൊ അതിനകത്തുള്ള കാര്യം പലരുടെയും മനസ്സിൽ ആഗ്രഹമായിരിക്കും ഇതിനകത്തൂടെ സാധിക്കാൻ നോക്കുന്നത്. അതായത് ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡ്സിന്റെ സാധനങ്ങളൊക്കെ എനിക്ക് ഇതുവരെ ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ, അപ്പൊ ഇത് ഒറിജിനലാണ്, എനിക്ക് ഉപയോഗിക്കാമല്ലോ, ഈ ഒരു സംഭവമാണ് അവർ വിൽക്കാൻ നോക്കുന്നത്. അതൊക്കെ ഇത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് വലിയൊരു നെറ്റ്വർക്ക് ആണെന്നും ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ടെന്നും ഇങ്ങനെ ഒത്തിരി പേരെ പറ്റിക്കുന്നുണ്ടെന്നും. അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പല ആൾക്കാരും തൃശ്ശൂരാണെങ്കിലും ഇപ്പം കാസർഗോഡ് ഉണ്ടായിരുന്നൊരു പയ്യൻ, അവൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടി. കാരണം ഈ സാധനം എല്ലാം ആദ്യം ഡ്യൂപ്ലിക്കേറ്റ്സ് എല്ലാം അല്ലെങ്കിൽ ഫസ്റ്റ് കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഫസ്റ്റ് കോപ്പി പോലുള്ള സാധനങ്ങൾ ആദ്യം ഞങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് ഇവിടുന്ന് എറണാകുളത്ത് പോകണം, ഇപ്പോൾ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയുടെ ആയാലും വലിയ ബ്രാൻഡ്സിന്റെ ഒക്കെ സാധനങ്ങൾ വില കുറച്ച് കിട്ടണമെങ്കിൽ, ഡ്യൂപ്ലിക്കേറ്റ് പോലെ അല്ലെങ്കിൽ സെക്കൻഡ് കോപ്പി എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനം കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എറണാകുളത്ത് പോകണം. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കടകളേ ഉള്ളൂ, നമുക്കിത് സുപരിചിതമല്ല. അപ്പൊ നമ്മളെ പറ്റിക്കാൻ നോക്കും. അപ്പൊ അത് ശരിയല്ല. ഇപ്പൊ നമ്മുടെ ഇവിടെ പല ദിവസങ്ങളിലും പല ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലും, പേരെടുത്ത് പറയണമെന്നുണ്ട്, സ്ഥാപനങ്ങളിലും ഈ മിഡ് നൈറ്റ് സെയിലൊക്കെ നടക്കുന്നുണ്ട്. മിഡ് നൈറ്റ് സെയിൽ നടക്കുന്നതിന് അടുത്ത ദിവസം ഈ മേടിച്ചുകൊണ്ട് ആൾക്കാരെല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. ഈ മിഡ് നൈറ്റ് സെയിലിന് വിൽക്കുന്ന പകുതി മുക്കാൽ സാധനങ്ങൾ കംപ്ലൈന്റ് ആയിട്ട് അതിനെക്കുറിച്ച് ആരും ഇതുവരെ മിണ്ടിയിട്ടില്ല. എൻ്റെ അങ്ങനെ ഒരു സാധനം കിട്ടി ഉറപ്പായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. ഞാനതിന് സോഷ്യൽ മീഡിയയിലൂടെ പരാതിപ്പെടുകയും ചെയ്യും. ആരും ഒരു 1000 രൂപയ്ക്ക് മേടിച്ച സാധനത്തിന് പേര് പരാതി കൊടുക്കണോ എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. 1000 രൂപ എനിക്ക് ചെറുതല്ല. ഇത് കാണുന്ന 1000 രൂപയ്ക്ക് പണിയെടുക്കുന്ന, 500 രൂപയ്ക്ക് പണിയെടുക്കുന്ന തൊഴിലുറപ്പിന് പോകുന്ന ആന്റിമാർക്കൊക്കെ 500 രൂപയും 100 രൂപയും 10 രൂപയൊക്കെ ഭയങ്കര വലുതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തൊഴിലുറപ്പിന് പോകുന്നതും കൂലിപ്പണിക്ക് പോകുന്നവരായിട്ടുള്ള അമ്മമാര് വരെയും അവിടെ ഒന്ന് സാധനം വാങ്ങി, അവരെയാണ് ഇവർ പറ്റിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചെയ്തത്, അതുകൊണ്ടാണ് ഇത് പ്രശ്നമാക്കിയത്. പിന്നെ പറയാനുള്ളത്, അവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ച, അവിടെ എൻ്റെ കൂടെ നിന്ന് സംസാരിച്ച, അതായത് എന്നെ അവർ ആക്രമിക്കാൻ വന്നപ്പോൾ പോലും വട്ടം കയറുന്ന സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ, ഞാൻ ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇപ്പോഴും പറയാം. കാരണം അയാൾക്ക് വേണമെങ്കിൽ നടന്നു പോവാം, അദ്ദേഹത്തിന് വേണം കുട്ടികളുടെ നേരെ വന്ന് ഒരു കാറിൽ കയറി അങ്ങ് പോകാന്നേ ഉള്ളൂ. പുള്ളി അവിടെ നിന്ന് സംസാരിച്ചു. നിങ്ങൾ എന്നാടാ വിചാരിക്കുന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഒച്ച വെച്ചു പുള്ളി. അവനെന്നാ പിടിച്ചിറക്കാൻ നിങ്ങൾ ആരാ, എനിക്ക് ഈ പയ്യനെ അറിയത്തില്ല, പക്ഷെ അവൻ പറഞ്ഞ ന്യായമല്ലെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന 10 പേരുണ്ടെങ്കിലുണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ നടക്കും. എന്താണെങ്കിലും എല്ലാവർക്കും താങ്ക്സ്. അതെ, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്, അത്ര പറയാനുള്ളൂ. അപ്പം ഇതുപോലെ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ അല്ലേ? അങ്ങനെ ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ചതിൽ. താങ്ക്സ്.